കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീനെ പറ്റിയിട്ടാണ് അല്ലേ. അതിനകത്ത് നമ്മൾ മെയിൻലി പഠിച്ച കാര്യം എന്താ, മെക്കാനിക്കൽ എനർജീനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കൈനറ്റിക് എനർജി, രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ പഠിച്ച സാധനം കുറച്ചും കൂടി ഒന്ന് എക്സാമ്പിൾസ് വെച്ച് കൺസിഡർ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പഠിച്ചേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഒരു ഹൈറ്റിൽ, ഇവൻ ദോ ദ ബോഡി മൂവിങ് അല്ല എന്നുണ്ടെങ്കിലും ഒരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് പ്രോസസ് ചെയ്യും? അത് പ്രോസസ് ചെയ്യുന്ന എനർജീനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ, മൂവിങ് ബോഡിക്കായിരിക്കും കൈനറ്റിക് എനർജി ഉണ്ടാവുക, റൈറ്റ്? സോ ഈ കാണിച്ചേക്കുന്ന ഇമേജസ് ഒന്ന് നിങ്ങൾ നോക്കി. ഇപ്പൊ ഈ സ്ക്രീനിൽ 4 ഇമേജസ് കാണിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ ഇമേജിൽ എന്താ കാണിച്ചേക്കണേ? ഒരു കാറ്റ് ഇരിപ്പുണ്ട് അല്ലെ. സോ ഈ കാറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. സോ ഡ്യൂ ടു ദാറ്റ്, ഇവൻ ദോ ആ കാറ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിലും ഡ്യൂ ടു ദ പൊസിഷൻ അതിനെന്ത് പൊസസ് ചെയ്യുന്നുണ്ട്? അതൊരു പൊട്ടൻഷ്യൽ എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. സെയിം ഇൻ കേസ് ഓഫ് ദിസ്, ഇവൻ ദോ ഹൈറ്റ് കമ്പാരബിളി കുറവാണെങ്കിലും ആ ടേബിളിന്റെ പുറത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്ത് പൊസസ് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എപ്പോൾ പഠിക്കുമ്പോഴും പറയുന്ന 2 എക്സാമ്പിൾസ് ആണ്. ഒന്ന് വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം ആൻഡ് വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക്. ഈ ഹൈറ്റിൽ വെച്ചിട്ടുള്ള നമ്മുടെ വീടുകളുടെ മുകളിലൊക്കെ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് അതൊരു പെർട്ടിക്കുലർ ഹൈറ്റിലാണല്ലോ വെച്ചിട്ടുണ്ടാവുക. സോ ആ ഹൈറ്റ് കാരണം അവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ഹൈറ്റിൽ ഉയർത്തി ഒരു ടാങ്ക് വെച്ചേക്കുന്നു. സോ ഇവൻ ദോ ഈ പറഞ്ഞ ബോഡീസ് എല്ലാം റെസ്റ്റിലാണെങ്കിലും അത് അത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അതിനെന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. നൗ ഈ ലാസ്റ്റ് കേസ് എടുത്ത ഈ പറഞ്ഞ ഫ്ലവർ പോട്ട് ആയാലും അതും ഫ്രം ദി ഗ്രൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലാണ് അത് ഇരിക്കുന്നത്. സോ അതും എന്ത് പൊസസ് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി പൊസസ് ചെയ്യും. ഇനി ഇത്രയും നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഡൗട്ടാണ്, ഒരു ഹൈറ്റിൽ അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ട് മാത്രമാണോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എന്നുള്ളത്. ആണോ? പൊസിഷൻ കൊണ്ട് മാത്രമാണോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത്? അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും? അതിന്റെ ഷേപ്പിന് ഒരു മാറ്റം വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളൊരു ബോ ആൻഡ് ആരോ എടുത്തു, ബോ ആൻഡ് ആരോ എടുത്തിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്. ഈ കാണിക്കുന്ന ഫിഗർ ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്? ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ സ്ട്രെയിൻ. ഇനി മുകളിലത്തെ എക്സാമ്പിൾ നോക്കിയ ഒരു കാർ മൂവ് ചെയ്യാണ്. ആ കേസിൽ എന്ത് എനർജിയാ വരിക? അതൊരു കൈനറ്റിക് എനർജിക്ക് എക്സാമ്പിളാ. വാട്ടർ ഫോളിംഗ് ഡൗൺ, ഉയരത്തിൽ നിൽക്കുമ്പോൾ ഓരോ വെള്ളത്തുള്ളിക്കും അതെന്ത് എനർജി ഉണ്ടാവുക? പൊട്ടൻഷ്യൽ എനർജി. താഴത്തേക്ക് അത് ഒഴുകി വീഴുമ്പോഴത്തേക്കും അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി അല്ലെ. സോ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ കേസിൽ സ്പ്രിങ് വെച്ചും കാണിച്ചിട്ടുള്ളത്. ഇവൻ ദോ അതൊരു ഹൈറ്റിലും അല്ല സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതിനെ നമുക്ക് ഫ്രീലി മൂവിങ് എന്ന് പറയാനും ഒക്കത്തില്ല. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്പ്രിങ്ങിന്റെ കംപ്രഷൻ കാരണം അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ഡ്യൂ ടു ദ സ്ട്രെയിൻ. സോ ഇത്രയാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത്, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതാണ് നമ്മളുടെ ടോപ്പിക്. ഇനി എങ്ങനെ നമ്മളിത് പഠിക്കാന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇമേജ് കാണാമല്ലോ. ഇത് എന്ത് ഇമേജ് ആണ്? ഇത് ഒരു സൺഷെയ്ഡിന്റെ വീടിന്റെ സൺഷെയ്ഡിൽ നമ്മൾ കുറെ അധികം ഫ്ലവർ പോട്ട്സ് വെച്ചേക്കുക. സോ നമ്മളിപ്പോ പഠിച്ചതനുസരിച്ച് ഹൈറ്റിലാണ് ഈ പറഞ്ഞ ഫ്ലവർ പോട്ട്സ് എല്ലാം തന്നെ ഇരിക്കുന്നത് അല്ലെ. സോ ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം എന്ത് എനർജി ആയിരിക്കും പൊസസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും പൊസസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഫ്ലവർ പോട്ട്സ് എല്ലാം ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അതെന്ത് എനർജി പൊസസ് ചെയ്യുന്നു? ദേ ആർ പൊസസിങ് വിച്ച് കൈൻഡ് ഓഫ് എനർജി? അത് പൊസസ് ചെയ്യുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ. നൗ ഇത് എന്തെങ്കിലും കാരണവശാൽ ഒരു ഭയങ്കരമായിട്ട് കാറ്റടിക്കുകയോ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്ലവർ പോട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴാണ്. സോ ഏറ്റവും ആദ്യം ഇവിടെ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മൂവിങ് ആയിരുന്നോ? മൂവിങ് ആയിരുന്നില്ല. മൂവിങ് അല്ലാത്തതുകൊണ്ട് അവിടെ എന്തായിരിക്കും? കൈനറ്റിക് എനർജി 0 ആയിരിക്കും. സോ ഏറ്റവും മുകളിലത്തെ പോർഷനിൽ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കൂടുതലും, കൈനറ്റിക് എനർജി 0 ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം, താഴത്തേക്ക് വീഴുമ്പോൾ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ അവിടെ എന്ത് എനർജി ആയിരിക്കും വരിക? കൈനറ്റിക് എനർജി ആയിരിക്കും വരിക അല്ലെ. സോ ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി പിന്നെ എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. സോ ഇപ്പൊ ഇതായിരുന്നു ഹൈറ്റ് എങ്കിൽ ഈ ഹൈറ്റില് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആൻഡ് കൈനറ്റിക്കൽ എനർജി 0. ഇതൊരു വീഴാൻ കുറച്ച് വീണ് തുടങ്ങി പകുതി ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കുറയും, പക്ഷെ കൈനറ്റിക് എനർജി ഇതിന്റെ എന്തായി പോകും? കൂടും. ഓക്കെ. ഇനി താഴത്തേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? നിലത്തേക്ക് തൊടുമ്പോഴത്തേക്കും അവിടെ ഹൈറ്റ് ഉണ്ടോ? ഇല്ല. ഗ്രൗണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ തീരെ ഹൈറ്റ് ഇല്ല. സോ താഴത്തേക്ക് മുട്ടുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി എന്തായി പോയി? 0 ആയി പോയി. അത് എത്തുന്നതിന് തൊട്ട് മുന്നത്തെ കാര്യമായിട്ടോ പറയുന്നത്. ഫ്ലോറിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ പൊട്ടൻഷ്യൽ എനർജി എന്തായി പോകും? 0 ആയി പോകും. കൈനറ്റിക് എനർജി മാക്സിമം ആവും. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആക്ച്വലി ചെയ്ത് നോക്കാം. ഇത് ഇപ്പൊ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന ഈ കേസ്
നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കൺസിഡർ ഈ പറഞ്ഞ ഫ്ലവർ പോട്ടിന്റെ മാസ് ഒരു 15 കിലോഗ്രാം ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ സൺഷെയ്ഡിന്റെ ഉയരം ഏകദേശം 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ ഇതിപ്പോ വീണിട്ടൊന്നുമില്ല, ഇത് ആ സൺഷെയ്ഡിൽ തന്നെ ഇരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഓൾറെഡി പഠിച്ചതല്ലേ. എന്താ നമ്മൾ പഠിച്ച ഫോർമുല? പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വലന്റ് ടു എന്തുവാ? m into g into h, where m is the mass, g is the acceleration due to gravity, h is the height at which it is kept. Correct. So ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ബട്ട് ഇതിപ്പോ നമുക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തൽക്കാലം ജി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ ജി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ എടുക്കേണ്ടത്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇട്ടാ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ മാസ് എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു 15 കിലോഗ്രാം ആണ് മാസ് വരുന്നത്. ഇനി ഡിസ്റ്റൻസ് എത്രയാ? h ഇസ് ഈക്വൽ ടു 4 മീറ്റർ. g ഇസ് ഈക്വൽ ടു നമ്മളിപ്പോ പറഞ്ഞു എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m ഇൻറ്റു ജി ഇൻറ്റു എച്ച് അല്ലേ? മാസ് തന്നിട്ടുള്ള കിലോഗ്രാമിൽ തന്നെയാണ്, കൺവേർഷൻ ഒന്നുമില്ല. 15 ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് തന്നേക്കുന്നത് മീറ്ററിൽ തന്നെ. സോ 15 ഫോഴ്സ് എത്ര വരും? 600. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾസ്. 600 ജൂൾസ്. സോ ഇത് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന സമയത്ത് താഴത്തേക്ക് വീണിട്ടൊന്നുമില്ല. ആ സ്റ്റാൻഡിങ് സ്റ്റിൽ പൊസിഷൻ, റെസ്റ്റ് പൊസിഷനിൽ അതിന് എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്? അതിന് 600 ജൂൾസ് ആണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഫർദർ. ഇനി ഈ ഫ്ലവർ പോട്ട് താഴത്തേക്ക് വീഴാണ്, പക്ഷെ താഴത്തേക്ക് അറ്റം വരെ എത്തിയിട്ടില്ല, ഗ്രൗണ്ടിൽ എത്തിയിട്ടൊന്നുമില്ല. ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, അതായത് ഏകദേശം ഒരു 2 മീറ്ററോളം ഇത് മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ എനർജി മാറി, പൊട്ടൻഷ്യൽ എനർജി കുറയും, കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവില്ല. പൊട്ടൻഷ്യൽ എനർജി അവിടെ കുറഞ്ഞു, അവിടെ കൈനറ്റിക് എനർജി കൂടി. തുടക്കത്തിൽ കൈനറ്റിക് എനർജി എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലെ ആദ്യം. ഇപ്പൊ എന്തായി? കൈനറ്റിക് എനർജി കൂടാൻ പോവാണ്. ടു എ പെർട്ടിക്കുലർ വാല്യൂ കൈനറ്റിക് എനർജി കൂടും. സോ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് കൈനറ്റിക് എനർജി എത്രയാണ് എന്നുള്ളതാണ്. സോ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്ക് എന്താ കിട്ടുക? ഹാഫ് എം വി സ്ക്വയർ അല്ലെ. ഹാഫ് എം വി സ്ക്വയറിൽ നമ്മളുടെ കയ്യിൽ ആകെയുള്ള ഡേറ്റ് ഏതൊക്കെയാ? ഹൈറ്റ് നമുക്കറിയാം, അതായത് ഡിസ്റ്റൻസ് അറിയാം അല്ലെ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ നമ്മളുടെ കയ്യിലുണ്ട്. വേറൊന്നും നമ്മളുടെ കയ്യിൽ ഇല്ലല്ലോ. നമ്മളുടെ കയ്യിൽ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഫ്ലവർ പോട്ടിന്റെ മാസ് മാത്രമാണ്. സോ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി വേണം. സോ വി എങ്ങനെ കണ്ടുപിടിക്കും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഫോർമുല നമ്മൾ എടുക്കും. ഇനീഷ്യലി ഈ പറഞ്ഞതിന് വെലോസിറ്റി എത്രയാ? 0 ആണ്, താഴത്തേക്ക് വീടല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, 2 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ എത്ര വാല്യൂ എടുത്തേ? 10 അല്ലേ എടുത്തേ. സോ 10 ഇൻറ്റു 10 ഇൻറ്റു എസിന്റെ വാല്യൂ എത്രയാണ്? ഇത് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് 2 മീറ്റർ വന്നു. ആകെയുള്ള മൊത്തം ഡിസ്റ്റൻസ് സൺഷെയ്ഡും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4, അതിൽ നിന്ന് 2 മീറ്റർ വന്നു. സോ ടോട്ടൽ എത്രയായിരിക്കും? 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 മീറ്റർ. ഓക്കെ, സോ 2 ആണ് എന്ത് സാധനം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എസ്. അപ്പൊ 2 ഇൻറ്റു 10 20 ഇൻറ്റു 2 40 മീറ്റർ പെർ സെക്കൻഡ്. ഓൾവേസ് റിമെമ്പർ, ഇത് വിയുടെ വാല്യൂ അല്ല, വി സ്ക്വയറിന്റെ വാല്യൂ ആ. സോ നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു മാസ് എത്രയാ? 15 ഇൻറ്റു ഇത് 40. Cancel it off, that will become 300 joules. So പകുതി വന്നപ്പോഴത്തേക്കും കൈനറ്റിക് എനർജി എത്രയായി പോയി? കൈനറ്റിക് എനർജി ഇസ് ആക്ച്വലി ഹാഫ്, അതായത് 300 ജൂൾസ് ആയിട്ട് മാറി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇതിപ്പോ നമ്മൾ പകുതി വരെ വന്നപ്പോഴുള്ള കൈനറ്റിക് എനർജിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഇനി ആ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര കൈനറ്റിക് എനർജി കിട്ടിയ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ 300 ജൂൾസ്. ഇനി അതേ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? സെയിം കാൽക്കുലേഷൻ തന്നെയല്ലേ വരിക. എം ജി എച്ച് ആണ്, മാസ് 15 ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. എച്ചിന്റെ വാല്യൂ എത്രയായിരിക്കും? നേരത്തെ നമ്മൾ 4 ഇട്ടാ കാൽക്കുലേറ്റ് ചെയ്തേ, കാര്യം ഇത് അത്രയും ഹൈറ്റിലായിരുന്നു. ഇതിപ്പോ കുറച്ചും കൂടി താഴത്തേക്ക് വന്നില്ല. എത്രത്തോളം താഴത്തേക്ക് വന്നു? 2 മീറ്ററോളം. സോ ഇറ്റ് ഇസ് 15 ഇൻറ്റു 10 ഇൻറ്റു 2. ഇവിടെ എത്ര കിട്ടിയപ്പോ? ദിസ് ഇസ് ഗോയിങ് to be again 300 joules. ഇനി അപ്പോൾ കൈനറ്റിക് എനർജി ഏകദേശം ഇത് ട്രാവൽ ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കും കൈനറ്റിക് എനർജിയും 300, പൊട്ടൻഷ്യൽ എനർജിയും 300. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തുടങ്ങിയപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രം എത്രയായിരുന്നു? 600. ഇപ്പൊ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 300 ജൂൾസ് പ്ലസ് 300 ജൂൾസ് നമുക്ക് എത്ര കിട്ടും? ഈ കേസിൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് 600 എന്ന് കിട്ടും. സോ തുടങ്ങിയപ്പോൾ എത്ര എനർജി ഇതിനുണ്ടായിരുന്നോ അത്രയും തന്നെ ഇതിനിപ്പോഴും ഉണ്ട്. Okay, so this much is clear. So then the total energy എത്രയായിരിക്കും? 600 ആയിരിക്കും.
total energy, here we will get it as 600, 300 joules plus 300 joules. നമുക്ക് എത്ര കിട്ടി? 600 joules എന്ന് കിട്ടി. ആദ്യത്തെ കേസിൽ, ഇതിന് തൊട്ട് മുന്നത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയേ? നമുക്ക് കിട്ടിയത് 600 joules എന്നായിരുന്നു അല്ലേ? Okay, now let's go forward. Conversion of energy. So ഈ കേസിൽ നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ കേസിൽ നമുക്ക് 600 ജൂൾസ് എന്ന് കിട്ടി. ഈ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ കേസിൽ 300 കൈനറ്റിക് എനർജി കിട്ടി, രണ്ടാമത്തെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയും 300 എന്ന് കിട്ടി. അപ്പൊ രണ്ടിന്റെയും കൂടി സമ്മ എടുത്തപ്പോൾ ഈ കേസിൽ നമുക്ക് എത്ര കിട്ടി? 600 കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കേസ് എടുത്ത് നോക്കാം. അതായത് ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടില്ല, ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്നും പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ അല്ലേ? കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് ഇൻറ്റു mv square. Again നമ്മൾ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? സോ v square is equal to u square plus 2as എന്നുള്ള ഫോർമുല എടുത്തു. ഇത് 0, 2 into 10 into ഇവിടെ എന്താ വ്യത്യാസം വരിക? s എന്ന് പറയുന്നത് ഇവിടെ 4 മീറ്റർ ആയിരിക്കും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 4 into 2 8, 8 into 10 80 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ വാല്യൂ. അപ്പൊ കൈനറ്റിക് എനർജി എത്ര കിട്ടി? ഹാഫ് ഇൻറ്റു ഇറ്റ് ഈസ് 15 into 80. കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ again this is going to be 600 joules. ഓക്കെ, സോ അതിൽ നമുക്ക് എന്താ മനസ്സിലായേ? ഈ കഴിഞ്ഞ 3 കേസിലും അല്ലെ, ഈ കഴിഞ്ഞ 3 കേസിലും തുടക്കത്തിൽ അതിനുണ്ടായിരുന്ന വെച്ച സമയത്തും അതല്ലാതെയുള്ള സമയത്തും, അതായത് ഏകദേശം നടുക്കോട്ട് എത്തിയപ്പോഴത്തേക്കും എല്ലാം എന്തായി? ഇതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന 600 ജൂൾസ് ആണ്. തുടക്കത്തിലെ കേസിലും ഇത് ഹാഫ് വന്ന കേസിലും ഏറ്റവും ലാസ്റ്റത്തെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ എനർജി, അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 600 ആണ്. സോ സൺഷെയ്ഡ് ഇരുന്നപ്പോൾ എത്രയായിരുന്നു? 600 ജൂൾസ്. അത് തന്നെ 2 മീറ്റർ ഹൈറ്റ് ഇരുന്നപ്പോൾ ടോട്ടൽ എത്ര വന്നു? 600. 300 പ്ലസ് 300, പൊട്ടൻഷ്യൽ എനർജി 300, കൈനറ്റിക് എനർജിയും 300 ആയിരുന്നു. ജസ്റ്റ് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി എത്രയായിരുന്നു? 600 ജൂൾസ് അല്ലെ? സോ 3 കേസ് എടുത്തപ്പോഴും ടോട്ടൽ എനർജി എത്ര തന്നെയാണ്? 600 ജൂൾസ് തന്നെയാണ്. പക്ഷെ തുടക്കത്തിൽ എന്ത് എനർജി ആയിരുന്നു അതിനെ പൊസസ് ചെയ്തിരുന്നത്? പൊട്ടൻഷ്യൽ എനർജി മാത്രം. ഗ്രൗണ്ടിലേക്ക് തൊട്ട് മുന്നേ എത്തിയപ്പോഴത്തേക്ക് അത് എന്ത് എനർജിയിലേക്ക് മാറി? കൈനറ്റിക് എനർജിയിലേക്ക് മാറി. സോ ഇവിടെ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. കറക്റ്റ്. പക്ഷേ അതിന്റെ എമൗണ്ട് ഓഫ് എനർജിക്ക് മാറ്റമൊന്നുമില്ല. തുടക്കത്തിൽ എത്ര എനർജി ഉണ്ടായിരുന്നോ അത്രയും എനർജി തന്നെ അതിന്റെ അവസാനം വരെ, അതായത് ഗ്രൗണ്ടിനെ തൊട്ട് മുന്നേ വീഴുന്നത് വരെ ആ സെയിം എമൗണ്ട് ഓഫ് എനർജി അതിനുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നോ അത്ര ഇതിന് അവസാനം ഉണ്ടായി. എനർജി ക്യാൻ ഓൺലി ബി ട്രാൻസ്പോർട്ട് ഫ്രം വൺ ഫോം ടു അനദർ. എനർജിയുടെ പല ഫോംസ് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി മാത്രമല്ല, ഇലക്ട്രിക്കൽ എനർജി ഒരു ഫോമാണ്, ലൈറ്റ് എനർജി ഒരു ഫോമാണ്, ഹീറ്റ് എനർജി ഒരു ഫോമാണ്. സോ പല ഡിഫറെന്റ് ഫോംസിലേക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല, അതേപോലെ നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. സോ തുടക്കത്തിൽ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നോ അത് മുഴുവനും എങ്ങോട്ടേക്ക് മാറി? കൈനറ്റിക് എനർജിയിലേക്ക് മാറി. സോ ദർ ഇസ് ട്രാൻസ്ഫോർമേഷൻ, ബട്ട് ഇറ്റ് ഇസ് നെവർ ഡിസ്ട്രോയ്ഡ് ആൻഡ് നെവർ ക്രിയേറ്റഡ്. ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മളുടെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പല അപ്ലയൻസസും ഈ പറഞ്ഞ എനർജി കൺവേർഷൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ആദ്യത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ജനറേറ്റർ. ജനറേറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഒരു കറണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ജനറേറ്റർ ഓൺ ചെയ്യുമ്പോൾ അവിടുന്ന് ജനറേറ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ജനറേറ്റർ അവിടെ കൺവേർട്ട് ചെയ്യുന്നത് എന്ത് എനർജി ടു എന്ത് എനർജിയാ? മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ കേസ് എടുത്ത് ഇലക്ട്രിക്കൽ ബൾബിന്റെ കേസ് എടുത്താലും നമ്മൾ കൊടുക്കുന്നത് എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. അത് എന്തായിട്ട് മാറി? ലൈറ്റ് എനർജി ആയിട്ട് മാറി. ആൻഡ് എലോങ് വിത്ത് ദിസ് ലൈറ്റ് എനർജി സം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വിൽ ഓൾസോ ബി ദെയർ. ബൾബൊക്കെ കുറെ നേരം വർക്ക് ചെയ്ത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഹീറ്റ് എനർജിയും കാണാം. പക്ഷെ മെജോറിറ്റി അത് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ലൈറ്റ് എനർജിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മിക്സി എടുത്തു നോക്കിയാലോ, ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്ത് സാധനം തന്നെയാണ്? ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് കൊടുക്കുന്നത്. കൺവേർട്ട് ആകുമ്പോഴത്തേക്കും ഗ്രൈൻഡ് ചെയ്യാനല്ലേ? സോ അത് എന്ത് എനർജി ആയിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് വരും. അഗെയിൻ ദർ ക്യാൻ ബി സം എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേഷൻ. ഈ കേസ് എടുക്കുമ്പോഴും ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു വിൻഡ് എനർജി അല്ലെ? സോ ഓരോ കേസിലും ഓരോ എനർജി കൺവേർഷൻസാ. സോ ഒരു ഫോമിൽ നിന്ന് എനർജിക്ക് വേറൊരു ഫോമിലേക്ക് വരാൻ പറ്റും. പക്ഷെ ആ എമൗണ്ട് ഓഫ് എനർജി എന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി കൺവേർട്ടഡ്, നോട്ട് ഡിസ്ട്രോയ്ഡ്. ഒരിക്കലും അത് ഡിസ്ട്രോയ് ചെയ്യാനോ ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. സോ ഇത്രയേ ഉള്ളൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇനി നമ്മൾ
ഒരു ടോപ്പിക്കും കൂടിയേ പഠിക്കാനുള്ളൂ, പവർ. പക്ഷെ അതിനു മുന്നേ നമുക്കൊരു കാര്യം പറഞ്ഞു നോക്കാം. എന്ന് വെച്ചാൽ എനർജിയാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. നമുക്ക് അറിയണേൽ വെച്ചിട്ട് ഏറ്റവും നല്ല സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താ? സൺ ആണ് അല്ലെ? നമ്മൾ ഏറ്റവും മേജർ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺ ആണ്. അതിന്റെ ഒരു റെപ്രസെന്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് സൺ അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് തന്നെ എടുക്കൂ. ലൈറ്റ് റിസീവ് ചെയ്തിട്ടാണ് കുറെ അധികം ചെടികൾ, സൺലൈറ്റ് ഇല്ലാതെ ചെടികൾക്ക് വളരാൻ പറ്റില്ലല്ലോ. സോ ചെടികൾ വളരുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഫുഡ് പാർട്ടിക്കിൾസ് കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതേ പ്ലാന്റ്സ് തന്നെ കുറെ നാള് മണ്ണിന്റെ അടിയിൽ കിടന്ന് ഡിക്കമ്പോസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഫോസിൽ ഫ്യൂൽ ആയിട്ട് മാറുന്നത്. പിന്നെ അതിന്റെ വുഡും എന്താണ്? ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. സോ സണ്ണിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ സോഴ്സ് ഓഫ് എനർജീസും ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇത്രയായല്ലോ. സോ അത്രയേ ഉള്ളൂ നമുക്ക് എനർജീനെ പറ്റി പഠിക്കാൻ. ഇനി നമുക്ക് പഠിക്കേണ്ടത് പവറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നൗ വാട്ട് യു മീൻ ബൈ പവർ? നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പവർ വേണം. പവർ ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ പവറും വർക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണെന്ന് നമ്മൾ ഇനി പറയാൻ പോണേ. So work done per unit time or rate of doing work is power. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ആക്ച്വലി പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഇസ് നോൺ ആസ് ആക്ച്വലി പവർ. അതിന് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? പവർ ഇസ് ഈക്വലൻ ടു വർക്ക് ബൈ ടൈം. അങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, സോ അത്രയും മനസ്സിലായി. പക്ഷെ പവർ കൂടുതലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന എമൗണ്ടും കൂടുതലായിരിക്കും അല്ലെ? സോ എത്ര കുറച്ച് സമയത്തിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു മോട്ടർ, ഇപ്പൊ നമ്മളുടെ കയ്യിൽ 3 മോട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, 3, ഇത് മോട്ടർ നമ്പർ 1, ഇത് മോട്ടർ നമ്പർ 2, ഇത് മോട്ടർ നമ്പർ 3. ഓരോ ടാങ്കും ഇപ്പൊ ഇതൊരു 50 ലിറ്റേഴ്സിന്റെ ടാങ്ക് ആണ്. ഈ മോട്ടർ എടുത്തത് വെറും അരമണിക്കൂറാണ് ഇത് നിറയ്ക്കാൻ. അടുത്ത മോട്ടർ എടുത്തത് ഏകദേശം 2 മണിക്കൂർ എടുത്തെന്ന് വിചാരിക്കൂ. അടുത്ത മോട്ടർ ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തെന്ന് വിചാരിക്കൂ. സോ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്ത് ഏതാ? മോട്ടർ നമ്പർ 3. കാര്യം എന്താ? ഇതിന് പവർ കുറവായിരിക്കും. ഇതിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ വർക്ക് ചെയ്യാനുള്ളത്. സോ അതിന് പവർ കുറവായിരിക്കും. പക്ഷെ അരമണിക്കൂറിൽ ടാങ്ക് നിറച്ച ഈ മോട്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഇസ് ആക്ച്വലി നോൺ ആസ് പവർ. ഇനി പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾസ്. ടൈമിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് വാട്ട്സ്. വാട്ട്സ് ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല പവറിന്റെ യൂണിറ്റ് കേട്ടോ. പവറിന് വേറെയും യൂണിറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി പവറിന്റെ ഒരു യൂണിറ്റ് പണ്ടത്തെ സമയത്ത് യൂസ് ചെയ്തത്. ഇപ്പോഴും മോട്ടോഴ്സിന്റെ ഒക്കെ യൂണിറ്റ് പവർ പറയുന്ന ഹോഴ്സ് പവറിൽ തന്നെയാണ്. ഹോഴ്സ് പവർ അല്ലെങ്കിൽ 1 HP, ഷോർട്ട് ഫോം ആണ് HP എന്നുള്ളത്. HP എന്ന് പറയുന്നത് ഏകദേശം 746 വാട്ട്സ് ആണ്. അതൊരു ഹോഴ്സിന്റെ പവർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ എ ഹോഴ്സ് പവർ ഓഫ് 1 HP is the power of a horse. This is estimated as about 746 watts. അത് എക്സാമിന് ഫൈൻഡ് ദ മിസ്സിംഗ് പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. അതായത് 1 kilowatt ഇസ് ഈക്വലൻ ടു 1000 watts. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് 1 HP എന്ന് ചോദിക്കാം. അപ്പൊ എത്രയായിരിക്കും? 746 watts. അതായിരിക്കും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു സം പ്രോബ്ലംസ്. ഇപ്പൊ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോർമുല പഠിച്ചില്ലേ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഇഫ് എ മാൻ ഓഫ് മാസ് 70 kilogram climbs up a mountain of height 30 meter in 5 minutes, what is his power? എന്നാണ് ചോദ്യം. സോ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലെ? എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് ഇസ് ഈക്വൽ ടു 17 kilogram. അത് കിലോഗ്രാമിൽ തന്നെയാണ് കിടക്കേണ്ടത്, കൺവേർഷൻസ് ഒന്നുമില്ല. ഇനി ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കേട്ടിട്ടുള്ളത്? 30 meter. അത് മീറ്റേഴ്സിലാണ്. ദർ ഇസ് നോ കൺവേർഷൻ. ടൈം 5 മിനിറ്റ്സിലാണ് വന്നേക്കണേ. നമുക്ക് മിനിറ്റ്സിലല്ലോ വേണ്ടത്, നമുക്ക് എന്തിലാണ് വേണ്ടത്? സെക്കൻഡ്സിലാണ് വേണ്ടത്. സോ മിനിറ്റ്സിൽ നമ്മൾ എങ്ങനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും? 5 into 60. 6 5s are 30, 300 seconds. ഓക്കെ, ഇനി വർക്കിന്റെ ഫോർമുല എന്ന് വെച്ചാൽ എത്രയാണോ എനർജി സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതാണ് അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെ? സോ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഈ കേസിൽ വരിക. സോ mgh/t എന്താണ്? മാസ് 70 into ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ടു ബി 10. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് കേട്ടോ 10 meter/second² ആണെന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലെങ്കിൽ 9.8 ആണ് നിങ്ങൾ എടുക്കണ്ടേ. സോ 70 into 10 into ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഇസ് 30 by what is time? It is 300 അല്ലെ? വെട്ടിക്കളഞ്ഞു, ഇതെല്ലാം വെട്ടി, ബാക്കി പോയിട്ട് എത്രയുണ്ട്? 70. സോ 70 watts ആയിരിക്കും ഈ മാന്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. അടുത്തയിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എനർജി കൺവേർഷൻ പഠിച്ചപ്പോൾ നമ്മളൊരു സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ലേ ചെയ്തേ, തുടക്കത്തിൽ എത്ര പൊട്ടൻഷ്യൽ എനർജി, പിന്നെ അത് എത്ര കൈനറ്റിക് എനർജി, അവസാനമായപ്പോൾ എത്ര എനർജി, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും വരാം. സോ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, എ സ്റ്റോൺ ഓഫ് മാസ് 100 grams drop from the top of a tower. It takes 2 seconds to reach the ground. Calculate the height of the tower. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ആദ്യമേ അത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് മാസ് തന്നിട്ടുള്ളത് ഇറ്റ് ഇസ് ഇൻ ഗ്രാംസ്. ഗ്രാംസിലുള്ള സാധനത്തെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ 1000, സോ ഇറ്റ് വിൽ ബിക്കം 0.1 kilogram. നൗ ടൈം തന്നിട്ടുണ്ടല്ലോ, എത്രയാ, 2 seconds. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഹൈറ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റിനെ കണക്ട് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് നമുക്കുള്ളത്. നമുക്ക് ആദ്യത്തെ എടുക്കാം, S=ut + ½ at². ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കുമല്ലോ, കാര്യം ഡ്രോപ്പ് ചെയ്തേക്കുവാണ്. സോ ഇത് 0 ആയി പോയി, ഇത് ഹാഫ്. ഈ കേസിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 m/s² തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു t² എത്ര, 2 × 2 4 അല്ലെ. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 20. ഇതാണ് എന്ത് സാധനം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 20 മീറ്റർ. ഹൈറ്റ് എത്ര കിട്ടി, 20 മീറ്റർ എന്ന് കിട്ടി. നൗ evaluate the potential energy possessed by the stone when it is at the top of the tower. ഏറ്റവും മുകളിലുള്ളപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല m × g × h. മാസ് എത്രയാണ്, 100 അല്ലേ, അപ്പോൾ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 0.1. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി 20. അപ്പൊ എത്ര കിട്ടും, 0.1 200 × 0.1 20. അപ്പൊ എനർജി എത്രയാണ്, 20 joules എന്ന് കിട്ടി. സോ പൊട്ടൻഷ്യൽ എനർജി എത്രയാ, 20 joules അല്ലെ. ഇനി ഇവാലുവേറ്റ് the kinetic energy of the stone when it just touches the ground. കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച എനർജി കൺസേർവ്ഡ് അല്ലേ. സോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 20 joules ആണെങ്കിൽ കൈനറ്റിക് എനർജിയും എത്ര തന്നെ ആയിരിക്കും, 20 joules തന്നെ ആയിരിക്കും. എന്നാൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 20 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ, ½ ഇൻറ്റു m ഇൻറ്റു v². വിയുടെ വാല്യൂ നമുക്കറിയില്ല, v² = u² + 2as. u² 0 ആണ്, 2 അങ്ങനെ തന്നെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. എസ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എത്ര നമുക്ക് കിട്ടിയ, കുറച്ച് മുമ്പ് 20 എന്ന് കിട്ടി അല്ലെ. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടി, 20 ഇൻറ്റു 10 ഇൻറ്റു 2. അപ്പൊ എത്ര കിട്ടി, 2 2s are 400 എന്ന് കിട്ടി. കറക്റ്റ്. ഇത് എന്തിന്റെ വാല്യൂ, v². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 1/2 ഇൻറ്റു 0.1 ഇൻറ്റു 400. കട്ട് ചെയ്ത് കളയൂ. അപ്പൊ ഇത് 1, ഇത് 200. 200 ഇൻറ്റു 0.1 20 joules. കണ്ടോ, ഇതും 20 joules. പൊട്ടൻഷ്യൽ എനർജിയും 20 joules, കൈനറ്റിക് എനർജിയും 20 joules. ഇതല്ലേ നമ്മൾ ലോ ഓഫ് കൺസർവേഷനിലും പഠിച്ചത്. എനർജി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. സോ എത്രയായിരുന്നോ തുടക്കത്തിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി, അത് തന്നെയായിരിക്കും അത് തൊട്ട് മുന്നേ ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ എന്തൊക്കെയാ പഠിച്ച, ഇന്ന് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് പവർ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തേ. നമുക്കൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് നോക്കാം അല്ലെ. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞേ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. എനർജി ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു ദി അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് നോൺ ആസ് പവർ. അതും നമ്മൾ പഠിച്ചു. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. Now, what is horsepower? Horsepower is the power of a horse which is equivalent to 746 watts. ഈ ടോപ്പിക്ക് ഭയങ്കര എളുപ്പമല്ലേ, രണ്ട് കാര്യമേ പഠിച്ചുള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് വെരി സ്മോൾ ടോപ്പിക്. താങ്ക് യു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Manorama Horizon. Learning made simple.